ശ്രീ എസ് കെ പൊറ്റക്കാട് എഴുതിയ കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗമാണ് വായനാ ദിനമായ എന്ന് ഞാൻ വായിക്കാൻ പോകുന്നത്. വിക്ടോറിയ വെള്ളച്ചാട്ടം. ഇതിനു മുമ്പ് ഒരിക്കലും ഒരു യൂറോപ്യന്റെ കണ്ണുകൾ അത് ദർശിക്കലുണ്ടായിട്ടില്ല. പക്ഷേ ആ അഴകുറ്റ കാഴ്ച ആകാശത്തിൽ പറക്കുന്ന ദേവതകൾ പലപ്പോഴും ആശ്ചര്യത്തോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആദ്യമായി വിക്ടോറിയ വെള്ളച്ചാട്ടം ദർശിച്ചതിനെ പറ്റി പറഞ്ഞത് അങ്ങനെയാണ്. നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ ഞാൻ സഞ്ചരിച്ചിരുന്ന തീവണ്ടി ലിവിങ്സ്റ്റൺ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തുള്ള സാംബസി പാലം കടക്കുമ്പോഴാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭാഗം ആദ്യമായി ദർശിച്ചത്. ജലപാതത്തിന്റെ അനുസ്യൂതമായ ആരവം മുമ്പേ തന്നെ കേട്ടു തുടങ്ങിയിരുന്നു. തീവണ്ടി പാലം കയറിയപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് അര ഫർലോങ് അകലെയായി നിലാവിൽ പാൽക്കുടം മറിക്കുമ്പോഴുള്ള ഒരു കാഴ്ച. കുറച്ചു നേരം കഴിഞ്ഞ് അത് മറഞ്ഞു പോവുകയും ചെയ്തു. പിറ്റേന്ന് സന്ധ്യയ്ക്കും ലിവിങ്സ്റ്റണിന്റെ എൻ്റെ ഒരു ഗുജറാത്തി സുഹൃത്തിനെയും കൂട്ടി ഞാൻ വെള്ളച്ചാട്ടത്തിനടുക്കലെത്തി. ചെകുത്താന്റെ കുതിർത്തിരിപ്പ് എന്ന് വിളിച്ചു വരുന്ന ഏറ്റവും തെക്ക് ഭാഗത്തുള്ള വെള്ളച്ചാട്ടത്തിന്റെ അടുക്കൽ ഞാൻ കുറേ നേരം ഇരുന്നു. സൂര്യാസ്തമയത്തിൽ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചു. മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഞാൻ വീണ്ടും അവിടെ എത്തിച്ചേർന്നു. അന്ന് മുഴുവനും ഞാൻ വെള്ളച്ചാട്ടവും പരിസരവും വിസ്തരിച്ച് കണ്ടുകൊണ്ട് അവിടെ കഴിച്ചുകൂട്ടി.